തീരുമ്പോൾ പണി കിട്ടുക എന്നൊക്കെ പറയില്ലേ, അത് ഈ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ കേട്ടോ. ഞാൻ ലാസ്റ്റിട്ട് വീഡിയോ കണ്ടവർക്കൊക്കെ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലായിക്കോളൂ കേട്ടോ എന്താ പ്രശ്നം എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ആ വീഡിയോ ഇത്രയും ആൾക്കാർ കാണണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം ഒരു 20,000-ൻ്റെ മേലെ ആൾക്കാർ ഇതുവരേക്കും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ എനിക്കതിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയായിട്ട് വരുന്നതാണ് ഈ അലമാര എന്ന് പറയുന്നത്. അലമാരയുടെ വിശേഷമാണ് നമ്മൾ ഈ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇനി അങ്ങോട്ട് നോലുമ്പ് കാലമാണ് കേട്ടോ. അതായത് ശബരിമലയ്ക്ക് പോകാൻ മാല ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വൃത്തിയാക്കലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഈ 2 കവർ ഞാൻ പിടിച്ചിരിക്കണത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് വലിച്ചിടണ്ടല്ലോ, എല്ലാം കൂടെ നമുക്ക് ഇടുന്ന ഡ്രസ്സുകൾ മാത്രം നമുക്ക് മുക്കി വെച്ചാൽ മതിയല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അലമാരയുടെ ചെതലും പായലും പൂപ്പലും ഒക്കെ കാരണം ഞാനിത് ഇങ്ങനെ ഒരു വാൾപേപ്പർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം എനിക്ക് അത്രമാത്രം പ്രശ്നം വന്നിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് ഈ മുക്കിലും മൂലയിലൊക്കെ ചെറിയ ഹോളുള്ള ഭാഗമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ഇതേപോലെ അങ്ങനെയുള്ളിടത്തു നിന്നൊക്കെ ചെറിയൊരു കറുത്ത പൊടി ഇളകി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മുക്കിലിരിക്കുന്ന ഡ്രസ്സിന് മാത്രമേ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അലമാരയുടെ ഫുൾ ഭാഗവും ഞാനിത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് തികഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഭാഗം ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെയാണ് എനിക്ക് പണി കിട്ടിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ, ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലും മതിയാവും കേട്ടോ. കുറച്ച് മുന്നേ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ അലമാരയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് ഞാൻ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നു. ഈ താഴത്തെ ഇത് ഭാഗത്ത് അധികം തുണികൾ വെക്കാത്തതുകൊണ്ട് ഞാൻ അധികം ഒട്ടിക്കാനും നിന്നില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് അതുകൊണ്ട് തന്നെ വെച്ച സാധനങ്ങളെല്ലാം അങ്ങനത്തെ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര അലർജിയും കൂടെ ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് കേട്ടോ. ഈ കാര്യം കണ്ടില്ലേ, കറുത്ത പൊടി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പൊടിയാണ് വന്നിരിക്കുന്നത്. ഡ്രസ്സിൽ മൊത്തം പറ്റി കഴിഞ്ഞാൽ നമുക്ക് കഴുകി വൃത്തിയാക്കാൻ നല്ലത് വേറൊരു തുടച്ചാലും കൂടെ പോവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഇതിങ്ങോട്ട് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. മൂക്കിക്ക് പൊടിയേറിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. സത്യത്തിൽ അതിലെനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ മാസ്ക് ഒക്കെ ഇട്ട് ക്ലീൻ ചെയ്യണ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ കുട്ടിയുടെ കമൻറ്റ് എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോയി മാസ്ക് അല്ല ഷാൾ വെച്ചിട്ടൊന്ന് കെട്ടി ഇതെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന താഴെ ഭാഗത്തുള്ള പെട്ടിയിലൊക്കെ ഞങ്ങളുടെ വെഡ്ഡിങ് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ അധികം അങ്ങനത്തെ കർട്ടന് അങ്ങനത്തെ നമ്മൾ അധികം ഉപയോഗിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ അവിടെ വെക്കാറുള്ളത്. പക്ഷെ അതിലൊക്കെ വന്ന് പൊടി പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കണം. അങ്ങനെ ഒരു പണി എന്നെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, തീരുമ്പോൾ പണി വരുന്നൊരു റൂമാണ് ഞങ്ങളുടെ റൂമെന്ന് പറയണത്. എപ്പോൾ നോക്കിയാലും എനിക്കിത് ഇങ്ങനെ ഈ വൃത്തിയാക്കുക, ക്ലീനാക്കുക, ഈ പൊടി തട്ടുക, പായലിട്ടുക, ഇത് തന്നെയുള്ളൂ. പൂപ്പലും പായലും കൊണ്ട് ഞാൻ അങ്ങോട്ട് കുഴങ്ങിയെന്ന് പറയാം. അങ്ങനെ ഞാൻ ഇതെല്ലാം വൃത്തിയായി കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ്. അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് ഒരു ബെഡ്ഷീറ്റ് ഞാൻ മേലെ ഇട്ടിട്ടുണ്ടായിരുന്നു, പൊടിയും കാര്യങ്ങളൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് അടിച്ച് ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ തീർത്തിട്ടുണ്ട്. അങ്ങനെ ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ ഈ കവറിൽ കെട്ടി വെച്ചിട്ട് ഇനി നമുക്ക് വേറെ ഭാഗത്ത് നമുക്ക് സൂക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ ബൈ.